ഓ സുന്ദരിക്കോ ഇത് എപ്പോ ഒടിഞ്ഞതും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അയ്യോ വലിയൊരു ശക്തിമാൻ ചകിരിത്തലയൻ. എന്റെ മച്ചൻ ചകിരിത്തലയൻ. സെൽഫ് കളിക്കാ പാസ് കൊടുത്ത് കളിയടാ. അതെ വല്ല വാച്ച് ഓടിക്കാതെ വേണമെങ്കിൽ കളിക്കുവാ. അച്ഛൻ പഴയ പ്ലെയർ ആണ് കേട്ടാ. ആ വലിയ പ്ലെയർ കട്ടറായിരിക്കും. കട്ടറിന്റെ അച്ഛൻ അതെല്ലാം ഇരിക്കണ കണ്ടില്ല അച്ഛൻ കളിച്ചിട്ട് തന്നെ കാര്യം. പ്ലെയർ എന്തൊരു ബൗൺസിങ്. മാമ കളി കളിക്കാം. കൊറേ കളി കളിച്ചതല്ലേ കളിയാ. മതി നിർത്ത്. ചേച്ചി മാമനറിയില്ല. ഓ അടിപൊളി കിക്കൻ അല്ലേ. അത് കണ്ട കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് കളിച്ചോണ്ട് നടക്കേണ്. കുറുക്ക് വഴിയിലൂടെ എങ്ങനെയെങ്കിലും സ്വന്തം കാര്യം നേടിയെടുക്കണം. തട്ടിപ്പ് വെട്ടിപ്പ് പറ്റിപ്പ് ഇതാണ് അളിയന്റെ കുടുംബ മുദ്രാവാക്യം. കൊടിയ വഞ്ചന. എന്താടാ രാവിലെ അളിയനെ പറ്റി പൊഴുത്തി സംസാരിക്കണേ? ജാതകം ചേരണില്ല, പൊരുത്തം ഇല്ലെന്ന്. ആരടാ അവൻ ജാതകം ചേരണില്ല എന്ന്? എടാ രാഘവ മാമ 3 ഇടത്ത് കൊണ്ടുപോയാണ് നോക്കിയത്. രാഘവ മാമന്റെ 3 ഇടം 10ൽ 10 പൊരുത്തം. നല്ല ചേർച്ചടാ. 10ൽ 10 ചേർച്ചയല്ല ചോർച്ച. ഇത്രയും നാളായില്ല സാമ്പത്തികമായിട്ട് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാ? രണ്ടുപേർക്ക് ഇത്രയും വസ്തു ഉണ്ടല്ലോ, എന്നിട്ട് കഷ്ടപ്പാടിനല്ല കുറവുണ്ടോ? തന്നെ തന്നെ ഒരു തുണ്ട് ഭൂമി ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പം അവിടെ അമ്മ ചിരിച്ച് അച്ഛൻ കരഞ്ഞ് അവിടെ സർവേ കല്ലിട്ട് വാല്യൂ തിരിച്ച് അതൊക്കെ പോട്ടു മനസമാധാനം ഉണ്ടാ? ശരി എന്നാ അടിമഴക്കോ? അന്ന് നമ്മളും കൂടെ പറഞ്ഞു ജാതകം നോക്കാന്ന്. അപ്പം പറഞ്ഞ് അങ്ങ് രാഘവ മാമന്റെ മറ്റേ ദിവ്യ മലയുടെ മേളിൽ കയറി ഇരിക്കണം, കുത്തിയിരിക്കണം. അയാളടുത്ത് ജാതകം കൊണ്ടുപോയി. ചേച്ചി എത്രയും പെട്ടെന്ന് കെട്ടിക്കൊണ്ടങ്ങ് പോണമായിരുന്നു. അതാണ് അളിയന്റെ ആക്രാന്തം. നിനക്ക് എന്തടാ? എടാ ഞാൻ അവിടെ ഒരറ്റത്ത് മര്യാദയ്ക്ക് ഇരിക്കല്ലേടാ. പിന്നെ വഴക്ക് കിടക്കണത് അത് ജാതകത്തിന്റെ കുഴപ്പമൊന്നുമില്ല, നിന്റെ ചേച്ചിയുടെ കുഴപ്പം. ചട്ടിയും കലാപം തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. തട്ടിമുട്ടി പൊട്ടി പോയല്ലേ ഇപ്പം? പിന്നീട് ഒട്ടിച്ചു വെക്കാൻ പറ്റുന്നില്ല. പൊട്ടിയത് തന്നെ. ഡേയ് നിനക്ക് എന്തിന്റെ ക്രിമിയടി? ഞാൻ അവളെ വിട്ടിട്ട് പോണോടാ? പോണോ? വിട്ടിട്ട് പോണേ വിട്ടിട്ട് പോ. നീ വിട്ടിട്ട് പോവേല മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. എന്തിനാണ് ഡേയ് നീന്നാ? അല്ല അളിയ ഞാൻ അത് വേറെ പറഞ്ഞാണ്. മുഖത്തോക്കി പറയടാ ഇറങ്ങി പോടാ പുല്ലേന്ന്. അളിയ അവര് എഴുതാപ്പുറം വായിക്കല്ലേ? നീയാണ് എഴുതാപ്പുറം വായിക്കണ. രാമനെ പണ്ടെഴുതിയ ജാതകം പൊക്കി പിടിച്ചോണ്ട് പണ്ടൊക്കെയാണ്. ചത്തൊച്ചിന്റെ ജാതകം വായിച്ചിട്ട് വല്ല കാര്യമുണ്ടപ്പോ? ഡേയ് നിനക്ക് അവിടെ കളയാലൊന്നുമില്ലേ? അതുകൊണ്ടായിരിക്കും ഇവിടെ കളയ്ക്കാൻ വന്നത്. ഈ ജാതക പ്രശ്നം ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ കിളക്കല്ല, ഞാൻ ഉഴുത് മറിക്കും. നിങ്ങൾക്കൊക്കെ കളി. ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ് ജാതകം എന്ന് വെച്ചാൽ പറയുന്നത് കേൾക്കണ്ട ആരും. അപ്പോഴത്തേക്ക് പോയി എടുത്തോണ്ട് ഒരു കാര്യം പറഞ്ഞ് തീർന്നതിന് മുമ്പ് അങ്ങ് ഓടിക്കണം കേട്ടാ. പൊരുത്തത്തിന്റെ കാര്യമല്ലേ, അത് ഇപ്പോഴല്ല നേരത്തെ അറിയാം. ചേച്ചി അതല്ല ഞാൻ പറയുന്നത്, നീ ഒന്ന് കേക്ക്. ഇപ്പോഴാണ് അറിഞ്ഞത് ജാതകവശാൽ അളിയന് പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ശരിക്ക് ചേച്ചി അളിയന്റെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ല. അളിയൻ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ല. അതെന്താ? ദീർഘമംഗല്യ പൊരുത്തമില്ല, അളിയന്റെ ജീവൻ ആപത്ത്. എനിക്ക് മനസ്സിലാവില്ല, പറ. ഞാൻ അളിയന്റെ ജാതകം കൊടുത്ത് ജോൾസിന്റെ കയ്യിൽ കൊടുത്തതും ജോൾസി എടുത്ത് ഒറ്റ ഏറി വെളിയിൽ. എന്നിട്ട് എന്റെ അടുത്ത് ഒറ്റ ചോദ്യം, മരിച്ച ആളുടെ ജാതകം എന്തിനു കൊണ്ടുവന്ന്? എടാ നീ തെളിച്ചു പറഞ്ഞേ. അളി ഇരുന്നുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത്. ഇത് വിശദമായിട്ട് പറയാൻ വേണ്ടി ചേച്ചി ഞാൻ വീട്ടിൽ വിളിപ്പിക്കാന്ന് വിചാരിച്ചാണ്. എനിക്ക് ഇരിക്കെ പുറത്തില്ല ചേച്ചി, അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കുട്ടു നീ കളിക്കാത്ത കാര്യം എന്നോട് തെളിച്ചു പറ. ചേച്ചി ജാതകവശാൽ അളിയൻ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ല. അതിപ്പോ കെട്ടിപ്പോയില്ലേ? ആ ഒരൊറ്റ കാര്യം മതി അളിയൻ തട്ടിപ്പോവാൻ. 5 വർഷത്തിനിപ്പുറം പോവേയില്ലായിരുന്നു. 3-ാം വർഷം മുടിയൻ ജനിച്ചില്ലേ, അവന്റെ തല കണ്ടതോടുകൂടി ആ ദശ മാറിക്കിട്ടി. ചേച്ചി അളിയനിപ്പോ എത്ര വയസ്സായി? 48. 49 താണ്ടൂല ചേച്ചി. ചേച്ചി ചേച്ചി കേട്ടപ്പോ നിന്നിടം താന്നു പോണോല്ലോ എനിക്ക് തോന്നി ചേച്ചി. ശരിക്കും ഇത്രയുള്ളപ്പോഴത്തേക്ക് എന്റെ അടുത്ത് സൈക്കിളിൽ കൊണ്ട് നാട് മുഴുവൻ ചുറ്റി അരിയുടെ വാങ്ങിച്ചത് ആളല്ലേ ചേച്ചി? എന്റെ അളിയനായിട്ടല്ല
പോലല്ലേ ചേച്ചി കണ്ടത്, ഒരു മോനെ പോലല്ലേ ചേച്ചി. കുട്ടു ഇനി എന്താ ചെയ്യാ? വളരെയധികം സൂക്ഷിക്കണം ചേച്ചി. അളിയനെ അധികം പുറത്തൊന്നും വിടണ്ട. കഴിവതും ക്ഷേത്ര ദർശനം നടത്താൻ പറഞ്ഞു കേട്ടോ ചേച്ചി. അളി ഒരിക്കലും ഇത് അറിയില്ലെന്നും പറഞ്ഞു. കറണ്ട്, വെള്ളം, തീ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കളിയും വേണ്ടെന്ന് പറഞ്ഞു ചേച്ചി. പിന്നെ അയാള് ചോദിക്കുകയും ചെയ്യും ചേച്ചി, ഈ ഇടയ്ക്ക് വല്ല പൊട്ടിത്തെറി ഉണ്ടായോന്ന്. കുട്ടു ഗേറ്റിന്റെ അവിടെ. കറക്റ്റ്. പിന്നെ അധികം മാനസിക സമ്മർദ്ദം കൊടുക്കല്ലെന്ന് പറഞ്ഞു, ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന് പറഞ്ഞു. ശരിയാ, നമ്മളൊന്ന് വീട്ടിൽ കറക്റ്റ്. അളിയത് അറിയില്ല ചേച്ചി, പിള്ളേരെ ഇത് അറിയിക്കണ്ട. ദൈവമേ വിളിച്ചോ, ദൈവമേ വിളിച്ചോ ചേച്ചി. കുട്ടു അറിയില്ല എന്റെ മുന്നിൽ ചേച്ചി. നമ്മളെന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാണ്. വന്നില്ല ചേച്ചി, ഞാൻ വിചാരിച്ചില്ല. എനിക്ക് വായ കുട്ടു. കരണ്ട് അളിയും കേക്കും, അളിയും കേക്കും, അളിയും കേക്കും. എന്ത് നോക്കണേ? എന്താ നോക്കണേ? ജാതകം. ജാതകോ? എന്റെ ജാതകം. എന്തിനിപ്പോ? നിന്റെ അനിയൻ പറഞ്ഞ കേട്ടാ, നമ്മൾ തമ്മിൽ പൊരുത്തമില്ലാന്ന്. രാഘവ മാമൻ പറഞ്ഞത് കള്ളമാണെന്നാണ് അവൻ വിശ്വസിച്ച് വെച്ചേക്കണത്. സത്യം എന്താണെന്ന് എനിക്കറിയണം. എനിക്ക് ഈ ജാതകത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ബാലു വെറുതെ വെറുതെ ഒന്നുമല്ല, അങ്ങനെ അവ ഈ വീട്ടില് വലിയ ചമയണ്ട, അവൻ വലിയ ആളാവണ്ട. അവൻ ആരെ കളിയാക്കിയത്? എന്റെ രാഘവ മാമനെ. നീ ജാതകം വിട്, അല്ലെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാവും. വേണ്ട ബാലു, അതങ്ങ് വിട്. വിടൂല. ബാലുവിനറിയാം, നല്ല ജോത്സ്യന്മാരെ ബാലുവിനറിയാം. ഞാൻ പോയി നോക്കട്ടെ, എനിക്ക് സത്യം എന്താണെന്ന് അറിയണം. പൊരുത്തമില്ല പോലെ. വലിയ യോഗ്യനാണ് അവൻ. കാരണം അവര് എൻ്റെ അച്ഛനാവായി. ജാതകം പോട്ടാ. ഞാനും കൂടെ വരാം, സൂക്ഷിച്ചു പോകണം. അല്ലേ വേണ്ട, ബാലുവിന് ഒറ്റയ്ക്ക് പോവാ അറിയാം. നീ എന്നെ എസ്കോട്ട് വരാൻ പോണു. അച്ഛമ്മ കളിക്കാം. അച്ഛൻ്റെ കളിയൊക്കെ കഴിയാറായി മക്കളെ. എന്റെ അച്ഛൻ കളിച്ച തടിയൊക്കെ കുറഞ്ഞു കിട്ടും. തടി കുറഞ്ഞിട്ട് എറിയടാ എറി. ഇനി എത്ര നാളും കൂടെ വാടാ.